വിദേശത്തെ പട്ടിക്കാട്ടിൽ നിന്ന് ദേശാടന പക്ഷികൾ ഒരു കുട്ടിയെ പൊക്കിപ്പിടിച്ച് ഇന്ത്യയിലെ പട്ടിക്കാട്ടിലെ ഒരു മരത്തിന്റെ പൊത്തിൽ കൊണ്ടുപോയിട്ടു. അങ്ങനെ പട്ടിക്കാട്ടിൽ നിന്ന് കുറ്റിക്കാട്ടിലേക്ക് ശിഷ്യന്മാരെയും കൊണ്ട് കണ്ണുമഹർഷി പോകുമ്പോൾ അമേരിക്കയിലെ തൃശ്ശൂർപൂരിൽ ജനിച്ച ആ കുട്ടിയെ കണ്ടു. മഹർഷിയോട് ശിഷ്യൻ ആ കുട്ടി ആരാണെന്ന് ചോദിച്ചപ്പോൾ അയാൾ ഒരു കഥ പറഞ്ഞു കൊടുക്കുന്നു. പട്ടിക്കാടിന് മുകളിലെ ദേവലോകത്തെ വിശ്വാമിത്രന്റെ തപസ് മുടക്കിയ മേനകയിലും വിശ്വാമിത്രനിലും ഉണ്ടായ കുട്ടിയാണത്. രണ്ടുപേരും മനുഷ്യരല്ലേ, എന്നാൽ ഉണ്ടായ കുട്ടി മനുഷ്യനായതുകൊണ്ട് ദേവലോകത്തെ ആധാർ കാർഡിലും റേഷൻ കാർഡിലും പേരുണ്ടാവില്ല. ആ കുട്ടിയെ അവിടെ നിർത്തിയാൽ മേനകയുടെ പേര് റേഷൻ കാർഡിൽ നിന്ന് വിട്ടും. അതുകൊണ്ട് ഭൂമിയിൽ ആ കുട്ടിയെ ഉപേക്ഷിച്ച് മേനക വിശ്വാമിത്രന്റെ കൂടെ പുറത്തേക്ക് പോയി. ആ നന്മമരങ്ങളുടെ കുട്ടിയാണ് ഈ കുട്ടി. ശകുന്തള എന്ന് പേരിട്ട് മഹർഷി കണ്ണിൽ ഉണ്ടംപൊരി പോലെ വളർത്തുമെന്ന് ശപഥം ചെയ്തു. വർഷങ്ങൾക്ക് ശേഷം പട്ടിക്കാട്ടിലേക്ക് രാജാവായി ദുഷ്യന്തൻ വന്നു. അത് കണ്ട് കണ്ണുമഹർഷിയുടെ ആശ്രമമാണെന്ന് അയാൾ മനസ്സിലാക്കി. അങ്ങനെ ദുഷ്യന്തൻ വായി നോക്കി നടന്നപ്പോൾ ശകുന്തള പൂമ്പാറ്റയുമായി ബാഹുബലിയിൽ തമന്ന കളിക്കുകയായിരുന്നു. അത് കണ്ട് ബാഹുബലിക്ക് ദുഷ്യന്തന് ക്രഷ് അടിച്ചു. അന്നേരം അവളുടെ തോഴിമാർ ശകുന്തളയെ പരിചയപ്പെടുത്തി. ഇത് ശകുന്തള, മേനക ഉപേക്ഷിച്ച കുട്ടി, മഹർഷിയുടെ പ്രിയപുത്രി അമരേന്ദ്ര ശകുന്തള, വെറും ശകുന്തള. ആ സമയം കണ്ണുമഹർഷി കാട്ടിലേക്ക് ഒരു യാഗത്തിന് പോയതായിരുന്നു. കാലനേമി എന്ന അസുരനെ നശിപ്പിക്കാനായിരുന്നു അത്. ആ യാഗം തടയാനായി അസുരന്മാർ ആശ്രമം ബോംബിട്ട് തകർക്കാനായി വരുമെന്ന് അറിഞ്ഞതോടെ ദുഷ്യന്തൻ ഗ്യാപ്പ് കിട്ടിയതും ഗോളടിക്കാനായി ആശ്രമത്തിലെ കാവലായി നിന്നു. അങ്ങനെ അസുരന്മാരെ തറഞ്ഞതോടെ യാഗം അയാൾ പാസ്സായി. എന്നാൽ ഒപ്പം ഉണ്ടായിരുന്ന ആളുകളെല്ലാം ദുഷ്യന്തൻ പറഞ്ഞയച്ചിട്ട് 2 ദിവസം കഴിഞ്ഞ് ഒന്ന് ചില്ലായി വരാമെന്ന് പറയുന്നു. അന്ന് രാത്രി ദുഷ്യന്തൻ ശകുന്തളയുടെ അടുത്തേക്ക് പോയി. അങ്ങനെ രണ്ടുപേരും പട്ടിക്കാട്ടിൽ ചില്ലാവുന്നു. അവർ അങ്ങനെ കല്യാണം കഴിക്കാൻ പ്ലാൻ ഇട്ടു. ഇന്നലെ കണ്ടുമുട്ടി, ഇന്ന് കല്യാണം. എല്ലാം കഴിഞ്ഞ് മൃഗങ്ങളെയും കൂലി കൊടുത്ത് പറഞ്ഞയച്ചു. രണ്ടുപേരും ചട്ടുകാട്ടിലേക്ക് ഹണിമൂണിന് പോയി ചില്ലാവുന്നു. ഹണിമൂൺ കഴിഞ്ഞ് തിരിച്ചെത്തിയ ശകുന്തള കണ്ണുമഹർഷിയോട് മൃഗങ്ങളുടെ മുന്നിൽ വെച്ച് കല്യാണം കഴിഞ്ഞു എന്ന് പറയുന്നു. അപ്പൊ ഞാനാര് പൊട്ടനാ എന്ന് കണ്ണുമഹർഷി പറയുന്നു. പക്ഷേ കൊച്ചുങ്ങൾ എന്തെങ്കിലും ആഗ്രഹം പറഞ്ഞാൽ അത് സാധിച്ചു കൊടുക്കണമെന്ന് അയാൾ പറയുന്നു. ശകുന്തള ദുഷ്യന്തന്റെ അടുത്തേക്ക് പോയപ്പോൾ ദുഷ്യന്തൻ കൊട്ടാരത്തിലേക്ക് തിരിച്ചുപോയി രാജമര്യാദയോടെ ശകുന്തളയെ പാട്ടുകൊട്ടി പാടുകൊണ്ടുവരാമെന്ന് പറഞ്ഞ് ഒരു മോതിരം കൊടുക്കുന്നു. ദുഷ്യന്തൻ നാട് വിട്ടപ്പോഴേക്കും ശകുന്തള ഗർഭിണിയായി. അന്നേരമാണ് വേറെ ഏതോ കാട്ടിലെ ദുർവാസാവ് മഹർഷി കണ്ണുമഹർഷിയെ കാണാനായി വരുന്നത്. ദുഷ്യന്തന്റെ ഓർമ്മയിൽ ചില്ലായിക്കൊണ്ടിരുന്ന ശകുന്തള ദുർവാസാവ് കണ്ണുമഹർഷി എവിടെയെന്ന് ചോദിച്ചപ്പോൾ അവൾ മിണ്ടാതിരുന്നു. ശകുന്തള മഹർഷിയെ ശ്രദ്ധിക്കാത്തത് കൊണ്ട് ശകുന്തള ആരെയാണോ ഓർത്ത് ചില്ലാവുന്നത് അയാളെ ശകുന്തള മറന്നുപോകട്ടെ എന്ന് ശപിച്ചു. എന്നാൽ എന്തെങ്കിലും അടയാളം കാണിച്ചാൽ ഓർമ്മ വരുമെന്നും അയാൾ പറയുന്നു. കുറച്ചു ദിവസം കഴിഞ്ഞ് നാട് വിട്ടു പോയിട്ട് തിരിച്ച് ആശ്രമത്തിലേക്ക് വരാത്തത് കണ്ടപ്പോൾ കണ്ണുമഹർഷി ശകുന്തളയെ അങ്ങോട്ട് പാട്ടുകൊട്ടി പറഞ്ഞയച്ചു. എന്നാൽ കൊട്ടാരത്തിലെത്തിയ ദുഷ്യന്തൻ ശകുന്തളയെ നീ ഏതാടാ നായ എന്ന് ചോദിക്കുന്നു. വിഷമത്തിലായ ശകുന്തള രാജാവ് കൊടുത്ത മോതിരം കാണിക്കാമെന്ന് വിചാരിച്ചെങ്കിലും അത് തലേന്ന് വരുന്ന വഴി പുഴയിൽ വീണു. ഒരു മീൻ അത് വിഴുങ്ങുകയും ചെയ്തു. ദുഷ്യന്തൻ ശകുന്തളയെ കൊട്ടാരത്തിൽ നിന്ന് അടിച്ചു പുറത്താക്കി. ശകുന്തള അവിടെ നിന്ന് ഓടിപ്പോയി ഒരു ഗുഹയിൽ വെച്ച് ഒരു ആൺകുട്ടിയെ പ്രസവിച്ചു. അതേസമയം മോതിരം വിഴുങ്ങിയ മീനിനെ ഒരു മുക്കുവിന് കിട്ടി. അതോടെ ദുഷ്യന്തൻ കാട്ടിൽ പോയി ചില്ലായ കാര്യങ്ങളെല്ലാം ഓർമ്മ വരുന്നു. എന്നാൽ ശാപത്തെക്കുറിച്ച് അറിഞ്ഞതോടെ അവർ വീണ്ടും കൊട്ടാരത്തിൽ പോയി അവിടെ ചില്ലാവുന്നു.